കാൽ നൂറ്റാണ്ടായി ദില്ലിയിൽ ഭരതനാട്യ അധ്യാപകനായ ഒരാളെ പരിചയപ്പെടുത്തുകയാണ് ഇന്ത്യ ഗേറ്റിൽ ഇനി. ഇരിങ്ങാലക്കുട സ്വദേശിയായ ജയശങ്കർ മേനോന് ദില്ലി നഗരത്തിൽ ആയിരക്കണക്കിന് ശിഷ്യരുണ്ട്. പ്രതിരോധ മന്ത്രാലയത്തിൽ ശാസ്ത്രജ്ഞനായ ജയശങ്കർ മേനോന് ഉദ്യോഗത്തിന്റെ തിരക്കിനിടയിലും നൃത്തത്തോടുള്ള ആവേശത്തിന് ഒട്ടും കുറവില്ല. ശാസ്ത്രവും കലയും തമ്മിലുള്ള ബന്ധമെന്തെന്ന് ചോദിച്ചാൽ ജയശങ്കർ മേനോന് രണ്ടും ജീവിതത്തിന്റെ ഭാഗമാണ്. പ്രതിരോധ മന്ത്രാലയത്തിലെ ഫിസിയോളജി വിഭാഗത്തിൽ ശാസ്ത്രജ്ഞനായിരിക്കുമ്പോഴും താൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഭരതനാട്യത്തിനായി സമയം നീക്കിവെച്ചു ജയശങ്കർ മേനോൻ. ജയശങ്കർ മേനോൻ ഇന്ദ്രപ്രസ്ഥത്തിലെ കുട്ടികൾക്ക് ഭരതനാട്യത്തിന്റെ പാഠങ്ങൾ ചൊല്ലിക്കൊടുത്തു തുടങ്ങിയിട്ട് 25 വർഷങ്ങൾ പിന്നിടുന്നു. ഇരിങ്ങാലക്കുട എന്ന കൊച്ചുപട്ടണത്തിലായിരുന്നു ജയശങ്കർ മേനോന്റെ ജനനം. സ്കൂൾ കോളേജ് പഠനകാലത്ത് കലാമത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടിയായിരുന്നു തുടക്കം. 1959 നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കഥകളിയിൽ 1ാം സ്ഥാനം. കലാമണ്ഡലം കരുണാകരനിൽ നിന്നും സദനം നന്ദകുമാറിൽ നിന്നും കഥകളി അഭ്യസിക്കുന്നതിനിടെയാണ് നൃത്താധ്യാപകനായ പരമശിവം പിള്ളയെ ജയശങ്കർ മേനോൻ പരിചയപ്പെടുന്നത്. അദ്ദേഹം അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഞാൻ നോക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിലത്തെ ചില ഈ പ്യുവർ ഡാൻസ് സീക്വൻസസ് ലൈക്ക് ജദീസ്വരമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു, ഒരു ധാരണയുണ്ടായിരുന്നു ഈ ഭരതനാട്യം പെൺകുട്ടികൾക്ക് മാത്രമേ പറ്റൂന്ന്. അപ്പോൾ ആ സ്റ്റെപ്സ് കാണുമ്പോൾ എനിക്ക് തോന്നി ഇത് വളരെ ജെൻസിന് ചെയ്യാൻ പറ്റിയ ഇതാണ് അടവുകളാണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിതൊന്ന് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, നോക്കാമല്ലോ, ഒരു ട്രയൽ നോക്കാമെന്നൊരു ഇൻട്രസ്റ്റ് വന്നു എനിക്ക്. അതെന്താ കാരണം എന്നറിയില്ല, പക്ഷേ എനിക്ക് അതിൻ്റെ സ്റ്റെപ്സും എല്ലാം കൂടി ഒരു ചെറിയൊരു ഇത് ഉണ്ടായിരുന്നു അന്നേ പോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുമ്പോൾ മാഷിനെ അവിടെ ഈ കോറിയോഗ്രാഫി ചെയ്യാൻ വിളിച്ചായിരുന്നു ബാലയിൽ. അപ്പോൾ ഞാനൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാഷാണ് സജസ്റ്റ് ചെയ്തത്. ഒരു പക്ഷേ മാഷ്ക്ക് എന്തോ അങ്ങനെ തോന്നി, ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഒരു മെയിൽ ഡാൻസറെ കൊണ്ട് ഭരതനാട്യം ചെയ്യിപ്പിക്കണമെന്നുണ്ട്, ഞാൻ ജയശങ്കറിനെ തരികയാണെങ്കിൽ ഞാൻ പഠിപ്പിച്ച് ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ സെലക്ട് ചെയ്തത്. എന്നിട്ട് മാഷിനെ ഒരു ഐറ്റം പഠിപ്പിച്ചു. അതിന് മുമ്പ് ബേസിക്കായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു ട്രയൽ നിലയ്ക്ക് പഠിപ്പിച്ചു. അത് വളരെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. ഫിസിയോളജിയിൽ ബിരുദാനന്തര ബിരുദത്തിനായാണ് ജയശങ്കർ മേനോൻ ചെന്നൈയിലെത്തിയത്. പ്രമുഖ പല കലാകാരന്മാരുടെയും ഭരതനാട്യ അവതരണം കണ്ട അദ്ദേഹം ഈ നൃത്തകലയിൽ കൂടുതൽ പഠനം നടത്താൻ തീരുമാനിച്ചു. 1971 പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഫിസിയോളജി വിഭാഗത്തിൽ ശാസ്ത്രജ്ഞനായി. തുടർന്ന് ദില്ലിയിലും രാജ്യത്തിനകത്തെ മറ്റു പല വേദികളിലും ജയശങ്കർ മേനോൻ സ്ഥിര സാന്നിധ്യമായി. KG ഗോവിന്ദരാജനായിരുന്നു ഗുരു. പ്രമുഖ നർത്തകി രാധാമാരാർക്കൊപ്പം ജയശങ്കർ മേനോൻ നിരവധി വേദികൾ പങ്കിട്ടു. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പഠിക്കാറുണ്ട്. സാറിൻ്റെ അടുത്ത് പോയി പഠിക്കും. ചിലപ്പോൾ ഈ ടെമ്പററി ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ലഡാക്ക്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ സാധാരണ നമ്മൾ സിവിലിയൻസിന് പോകാൻ പറ്റാത്ത പല സ്ഥലങ്ങളും പോകേണ്ടി വന്നിട്ടുണ്ട് റിസർച്ച് ഓറിയൻറ്റഡ് ഇതിന് വേണ്ടിയിട്ട്. പിന്നെ വന്നു കഴിഞ്ഞാൽ ഞാൻ എക്സ്ട്രാ ടൈം എടുത്ത് സാറിൻ്റെ അടുത്ത് പോകും. കാലത്ത് നേരത്തെ സാറിൻ്റെ അടുത്ത് പോയി അത് പഠിച്ച ശേഷം ഞാൻ ഓഫീസിൽ പോകും. അത് കഴിഞ്ഞ് ചിലപ്പോൾ കാലത്തും പോകും, പിന്നെ വൈകുന്നേരം പോകും. ജോലിക്കിടയിൽ കിട്ടുന്ന ഇടവേളകൾ നൃത്താധ്യാപനത്തിനായി നീക്കിവെച്ചു. 1984 നൃത്യ എന്ന പേരിൽ സ്കൂൾ സ്ഥാപിച്ചു. 22 വർഷത്തെ സേവനത്തിന് ശേഷം 1993 ജയശങ്കർ മേനോൻ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും വിരമിച്ചു. 25 വർഷമായി ദില്ലിയിലെ മലയാളികളും അല്ലാത്തവരുമായ നിരവധി കുട്ടികൾക്ക് ഭരതനാട്യത്തിന്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകിയാണ് ഈ ഗുരു. കലാമത്സരങ്ങളിൽ വിജയം കൊയ്യുക മാത്രമാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ജയശങ്കർ മേനോന്റെ ക്ലാസ്സിലേക്ക് വരരുത്. കലകളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ് അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക് പ്രവേശനം. ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കുമ്പോൾ എനിക്ക് വളരെ ദുഃഖമുള്ള ഒരു കാര്യമാണ്. ഇപ്പം എല്ലാം പേരൻസ്, പല ആൾക്കാരും
കുട്ടികളെ വന്ന് ആദ്യം പറയുമ്പോൾ അവരുടെ ആദ്യം അവർ പറയുന്നത് എത്ര സമയമെടുക്കും, എന്നിവർക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻസാണ് ആദ്യം ചോദിക്കുക. പക്ഷെ ഞാനത് അവരുടെ അടുത്ത് വളരെ ക്ലിയറായിട്ട് പറയും. ഈ പെട്ടെന്ന് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഉദ്ദേശം പറഞ്ഞാൽ ഞാനായിരിക്കുമ്പോൾ ലാസ്റ്റ് ഗുരുനാഥൻ നിങ്ങളെ അപ്രോച്ച് ചെയ്യേണ്ടത്. എനിക്കിത് പറ്റില്ല. ഞാൻ മിനിമം ഒരു 6-7 കൊല്ലം എടുത്തിട്ട് ഞാൻ ആ കുട്ടിയെ എന്തെങ്കിലും ചെയ്യിക്കാൻ, അതായത് അരങ്ങേറ്റം എന്തെങ്കിലും ചെയ്യണം. മിനിമം 7 വർഷങ്ങളും പഠിക്കണം, അതേ പറ്റുള്ളൂ. പിന്നെ ഈ ഇടയ്ക്കുള്ള പ്രോഗ്രാം, സ്കൂളിലെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ അത്ര സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം അത് ആ സമയത്ത് അവരെ കൊണ്ട് നമുക്ക് ഇത്രയും ഒരു നല്ലൊരു പ്രോഗ്രാം ചെയ്യിക്കാൻ ഇതൊരു പെട്ടെന്ന് ചെറിയ കാലം കൊണ്ട് പറ്റില്ല. അപ്പം ഞാൻ അതിനെ അഗൻസ്റ്റാണ്. കാരണം ചെയ്യുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് ചെയ്യണം. പ്രമുഖരും അല്ലാത്തവരുമായ ഒരു നീണ്ട നിര തന്നെ ജയശങ്കർ മേനോന് ശിഷ്യരായുണ്ട്. ലഭിച്ച അവാർഡുകളും നിരവധി. പക്ഷേ 67-ാം വയസ്സിലും ഭരതനാട്യം പഠിച്ചും പഠിപ്പിച്ചും ജയശങ്കർ മേനോന്റെ ജീവിത സബരി തുടരുന്നു, ഒട്ടേറെ ലക്ഷ്യങ്ങളുമായി. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് തീപിടിക്കുന്ന സംഭവങ്ങൾ ദില്ലിയിൽ കൂടി വരികയാണ്. പ്രശാന്ത് കുനിശ്ശേരി പകർത്തിയ ചില ദൃശ്യങ്ങളോടെ ഇന്ത്യ ഗേറ്റിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. ഇന്ത്യ ഗേറ്റിന്റെ അടുത്ത ലക്കം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ. നമസ്കാരം.